എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI നടത്തിയ ഒരു സമരാഭാസം നമ്മൾ കണ്ടു. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ വാഹനം തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന് തെറികൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നെ SFI ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അവര് ഈ നമ്മളുടെ കർണപടലങ്ങൾ പൊട്ടുന്ന തരത്തിലുള്ള തെറിയെ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളത് അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മണിക്കൂറുകളോളം നമ്മളുടെ ഈ സർവകലാശാല വൈസ് ചാൻസലർ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ സമരം നടത്തിയത്. ഇതിന് പോലീസ് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതിനു മുമ്പുള്ള സമരങ്ങൾ കണ്ടിട്ടുള്ള SFIക്കാരുടെ ആണെങ്കിലും AVPക്കാരുടെ ആണെങ്കിലും സമരങ്ങൾ അവർ സമാധാനപരമായി നടത്തുന്ന സമരത്തിനെ പോലീസ് നിഷ്കരണം അടിച്ചൊതുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി നേതാക്കളെ റോഡിലൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ SFIക്കാർ ഈ വൈസ് ചാൻസലറെ ആക്രമിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ട് പോലും പോലീസുകാർ അതിന് കൂട്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതാണ് കേരളത്തിലെ അവസ്ഥ. പോലീസ് ആയാലും SFI ആയാലും അക്രമം കാണിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്നുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. എന്താണ് സമരം? അവിടെ ഒരു വിദ്യാർത്ഥി ഗവേഷണ സംസ്കൃതത്തിൽ വലിയ പരിജ്ഞാനമില്ല, കുറച്ചൊക്കെ അറിയാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു പ്രബന്ധം തയ്യാറാക്കി, ഡോക്ടറേറ്റിന് വേണ്ടി PhDക്ക് വേണ്ടി തയ്യാറാക്കി അത് സമർപ്പിച്ചു. ഇദ്ദേഹത്തിന് അതിനുള്ള പാണ്ഡിത്യം പോരാ, അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രബന്ധം അതിന് യോജ്യമല്ല എന്ന് ഡീൻ ഒരു തടസ്സവാദം ഉന്നയിച്ച് ഇതിനെ തടസ്സപ്പെടുത്തിയതാണ് ഇതിനെല്ലാം കാരണം. അപ്പോഴേക്കും എന്താണ് ചെയ്തത്? ഈ വിദ്യാർത്ഥി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് ഇവരെന്താണ് ചെയ്തത്? സാധാരണ ഇവർ SFIയും CPM സ്വീകരിക്കുന്ന അതേ നിലപാടെടുത്തു. ഒരാളിനെ ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി നേരെ എടുത്തിടുന്നതാണ് ജാതി കാർഡ്. ഉടനെ വിദ്യാർത്ഥിയുടെ ജാതി എടുത്തിട്ടിട്ട് ദളിതനായതുകൊണ്ട് ഇത് ചെയ്തില്ല, അതിനെ അംഗീകരിച്ചില്ല. അവർ ഒരു ഉയർന്ന സവർണ വിഭാഗത്തിൽപ്പെട്ട അധ്യാപികയാണ് ഈ ഡീൻ. അതുകൊണ്ട് അവർ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ കൊണ്ടൊരു വ്യാജ പരാതി കൊടുപ്പിച്ചു. ഇവരുടെ പരിപാടി ഇതാണ്. ഒരാളെ ഒതുക്കാൻ വേണ്ടി വ്യാജ പരാതി, ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ CPMന്റെ അവരുടെ പോഷക സംഘടനകളുടെ സ്ഥിരം പരിപാടിയാണ്. അത് നമ്മൾ കണ്ടതാണ്. പണ്ടെന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു 1-2 വർഷത്തിന് മുമ്പ് ഒരു ശ്രീനീജൻ എന്ന് പറയുന്ന ഒരു MLA, അദ്ദേഹം മണ്ഡലത്തിൽ അവിടെ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടൊരു, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായപ്പോൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ അതൊരു വാർത്തയാക്കിയപ്പോഴത്തെ എന്താണ് ഇവർ ചെയ്തത്? ശ്രീനിജൻ കൊണ്ട് കേസ് കൊടുത്തു, തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. ഇന്ന MLA ആണ് അങ്ങനെ ഭാഗത്തു നിന്നുള്ള ആ നടപടി എന്ന് പറഞ്ഞത് നേരെ തിരിച്ച് അദ്ദേഹത്തിന് ഒടുവിൽ പോകേണ്ടി വന്നു. പോലീസ് അപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ CPMന്റെ നിർദ്ദേശമല്ലേ, ഈ വ്യാജ പരാതിയിൽ അദ്ദേഹത്തിൻ്റെ നേരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അദ്ദേഹം ഒടുവിൽ പോകേണ്ടി വന്നു. സുപ്രീം കോടതി പോയാണ് അദ്ദേഹം അവസാനം ജാമ്യം എടുത്തത്. അതുവരെ ഒളിച്ചു കഴിഞ്ഞു. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഓടി നടക്കുകയായിരുന്നു. അതും ഈ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുള്ള ആ വ്യാജ പരാതിയിൽ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശം നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അത് നടപടി സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പോൾ DYSP ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഭരിക്കുന്നത് CPM ആയതുകൊണ്ട് CPMന്റെ ഒരു പ്രാദേശിക നേതാവ് മതി. DYSP വിളിച്ചു പറയാം, ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു DYSP അല്ല, അതിനെക്കാട്ടി ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ നിർദ്ദേശം കൊടുക്കും, അയാളെ അറസ്റ്റ് ചെയ്യാൻ, ഇത് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കാൻ, കേസാക്കാൻ പറയും. അതാണ് നമ്മുടെ കേരളത്തിലെ സാഹചര്യം.
ഈ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇവിടെ പല കേസുകളും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരെയും അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെയും തകർക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ ജയിലിൽ അടച്ചിടാൻ ഈ ഒരു നിയമം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതാണ് ഈ വിദ്യാർത്ഥിയുടെ കാര്യത്തിന് സംഭവിച്ചത്. നമ്മൾക്ക് തന്നെ അറിയാം, ഈ CPM നേതാക്കൾ അല്ലെ SFIയുടെ DYFIയുടെ നേതാക്കളുടെ ഡോക്ടറേറ്റുകളെ കുറിച്ച് എല്ലാം നമ്മൾക്കറിയാവുന്നതാണ്. അതിന് നല്ല ഉദാഹരണം നമ്മുടെ മുന്നിൽ അടുത്ത കാലത്തുണ്ടായത് നമ്മുടെ ചിന്താ ജെറോം, ഡോക്ടർ ചിന്താ ജെറോം. പുള്ളിക്കാരിക്ക് ഈ ഡോക്ടറേറ്റ് കിട്ടി. പ്രബന്ധം ഏതാണെന്ന് പറയുമ്പോ ചങ്ങമ്പുഴയുടെ വാഴക്കുലയുടെ കാര്യമൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. അതാണ് പല ഡോക്ടറേറ്റുകളുടെ അവസ്ഥ. ഇതേപോലെ തന്നെ ആയിരിക്കാം ഇപ്പോൾ ഉള്ള സംസ്കൃത സർവകലാശാലയിൽ കേരള സർവകലാശാലയിൽ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതൊക്കെ ചിന്തിക്കാതെയാണ് എല്ലാ കാര്യത്തിലും ജാതീയത വലിച്ചിട്ടുകൊണ്ട് ഒരാളിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആ പ്രൊഫസറെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ തയ്യാറാകാത്തത്. കോടതിയിൽ പോയി ഇവർ മുൻകൂർ ജാമ്യം എടുത്തത് കൊണ്ട് മാത്രമാണ്, ഹൈക്കോടതിയുടെ നിർദ്ദേശം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സത്യത്തിൽ ഈ നിയമം വളരെയേറെ ദുരുപയോഗം ചെയ്ത ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഗൗരവമായി കാണണം. അത് സംഭവിക്കാതിരിക്കാൻ, ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള വഴികൾ നമ്മൾ തേടേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ ഒക്കെ സമൂഹത്തിന് കാണിച്ചു തരുന്നത്. പിന്നെ 2 ദിവസം മുമ്പ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ചയിൽ ഇന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് വലിയ വാച പഠിക്കുന്നത് കേട്ടു. ABPയെ ഈ ക്യാമ്പസുകളെല്ലാം തൂത്തെറിഞ്ഞു, അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയും. അങ്ങനെ ഇവരെ എങ്ങനെയാണ് ഈ കേരളത്തിലെ കോളേജുകൾ ഭരിക്കുന്നത് അല്ലെ ക്യാമ്പസ് പിടിച്ചടക്കുന്നത് എന്നുള്ളതിന് സാക്ഷിയായിട്ടുള്ളതിനാണ് ഞാൻ. അതിന് ഉദാഹരണമാണ് പന്തളം NSS കോളേജ്. ഞാൻ ജന്മഭൂമി ലേഖകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10-15 വർഷത്തിലേറെ ഞാൻ ജന്മഭൂമി ലേഖകനായിട്ട് പ്രവർത്തിച്ചാണ്. അതുകൊണ്ട് ഈ സമയങ്ങളെല്ലാം കോളേജിൽ നടക്കുന്നത് എന്താണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം എൻ്റെ നാടാണ്, ഞാൻ പഠിച്ച കോളേജാണ്. അതുകൊണ്ട് എനിക്കവിടെ ബന്ധങ്ങൾ, അവിടുത്തെ പല അധ്യാപകരുമായിട്ടും അനധ്യാപകരുമായിട്ടും ഒക്കെ എനിക്ക് ബന്ധമുള്ളതാണ്. എൻ്റെ ബന്ധുക്കൾ ഇനത്തിലുണ്ടായിരുന്നു. അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വർഷങ്ങളോളം അവിടെ എലക്ഷൻ നടത്താതെ ശാന്തി സമാധാനമായിട്ട് കോളേജിൻ്റെ അന്തരീക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രിൻസിപ്പാൾ വന്നപ്പം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള കക്ഷിയാണ്. SFIക്കാരെല്ലാം ആവശ്യപ്പെട്ട് ഇവിടെ എലക്ഷൻ നടത്താൻ അനുവാദം കൊടുക്കണം. അങ്ങനെ അവിടെ അനുവദിച്ചു. പാർലമെന്ററി സംവിധാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് ഇവർ ചെയ്തത്? SFIക്കാർ ഈ ഇടതുപക്ഷ അധ്യാപകരുമായി ചേർന്ന് നടത്തിയ കളികൾ ഞാൻ കണ്ടതാണ്. അതായത് നമുക്കെല്ലാം അറിയാം, പണ്ട് കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ കോളേജിലേക്ക് വരുന്ന പ്രീ ഡിഗ്രിക്കാർ പിള്ളേർ അവിടെ വന്ന് ഇവർ ഈ രാഷ്ട്രീയമൊക്കെ പഠിച്ച് പ്രവർത്തിച്ച് ആൾക്കാരാണ്. പ്രീ ഡിഗ്രിക്ക് ഞാനും പ്രീ ഡിഗ്രി പഠിച്ചാണ്. ഞാനും കോളേജിൽ ചെല്ലുന്ന അന്ന് സ്കൂളുകളിലും വിദ്യാർത്ഥി രാഷ്ട്രീയമുണ്ട്, കുറച്ച് പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. ഇങ്ങനെയുള്ളപ്പോൾ കുറച്ച് അനുഭവജ്ഞാനം ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ മുന്നോട്ട്. പക്ഷെ ഇന്ന് മിക്ക സ്കൂളുകളിലും ഈ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചെല്ലുമ്പം അവരുടെ മുന്നിൽ ഒരു പുതിയ അനുഭവമാണ് ഈ രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം, കലാലയ രാഷ്ട്രീയം. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത്തരം കുട്ടികളുടെ വീട്ടിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തും. ഇപ്രാവശ്യം പന്തളം കോളേജിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഇവിടെ SFI ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനപരമായി കോളേജിൽ പഠിക്കാൻ സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ കുട്ടികളുടെ നമ്പർ സംഘടിപ്പിക്കുന്നത് ആരാണ്?
ഈ അധ്യാപകരാണ് സംഘടിപ്പിച്ച് ഈ DYFI അല്ലെ SFI നേതാക്കന്മാർക്ക് കൊടുക്കുന്നത്. അവർ വിളിച്ച് ഭീഷണിപ്പെടുത്തും. ഈ 1-ാം വർഷം ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അതുകൊണ്ട് എന്ത് കൊടുക്കും? 1-ാം വർഷം തന്നെ അല്ല, പല കുട്ടികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കോളേജിൽ അന്നേ ദിവസം ഇവരെ എതിർക്കുന്നവർ വരത്തില്ല. ഈ ഇവരെ എതിർക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരെ KSUക്കാരെ ABPക്കാരുമായിട്ടുള്ള കുട്ടികളെ ആണ് ഇവർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. അവർ കോളേജിൽ വരികയില്ല. അതുകൊണ്ട് അവരുടെ വോട്ട് ഇവർക്കെതിരായിട്ട് വീഴുകയില്ല. SFIക്കാർ കൂട്ടത്തോടുകൂടി ഒരാൾ പോലും ഒഴിയാതെ കോളേജിൽ വന്ന് വോട്ട് ചെയ്ത് അവർ ജയിക്കും. അതാണ് ഈ കേരളത്തിലെ കലാലയങ്ങളിലെല്ലാം SFI ജയിക്കാൻ കാരണം. ഈ പന്തളത്ത് നടക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ ഈ കേരളത്തിലെ എല്ലാ കോളേജുകളിലും കലാലയങ്ങളിലും നടക്കുന്നത്. അങ്ങനെയാണ് അവർ കോളേജുകൾ പിടിച്ചെടുക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇവർ മേനി പറയുന്നത്. അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ ഭീഷണിയിൽ കൂടിയാണ് അവർ CPMന്റെ കാര്യം നമുക്കറിയാം. അവരുടെ മുഖമുദ്ര തന്നെ അക്രമമാണ്. SFIയുടെ ഒരു നേതാവിൻ്റെ പ്രസ്താവന പരസ്യമായിട്ടൊരു അവരുടെ ഒരു സഹ സംഘടന, ഇടതുപക്ഷ സംഘടനയാണ് AASF, CPIയുടെ വിദ്യാർത്ഥി സംഘടന. അതിൻ്റെ ഒരു വനിതാ നേതാവിനെ ആർഷോ എന്ന് പറയുന്ന CPMന്റെ നേതാവ്, അദ്ദേഹം CPM അംഗവും കൂടിയാണ്, SFI നേതാവ് ഭീഷണിപ്പെടുത്തിയത് നമ്മൾ ചാനൽ കൂടിയൊക്കെ കണ്ടതാണ്. ഈ പെൺകുട്ടിയോട് എന്താണ് പറഞ്ഞത്? നിന്നെ ഗർഭിണിയാക്കി അച്ഛനില്ലാത്ത കുട്ടിയെ പ്രസവിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ, കൂടെ നിൽക്കുന്ന സംഘടനയുടെ ഒരു വനിതാ നേതാവിനെ ഭീഷണിപ്പെടുത്തിയ സംഘടനയാണ് ഈ SFI അല്ലെങ്കിൽ CPM. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും എടുത്തില്ല. അദ്ദേഹത്തിന് SFIയുടെയും DYFIയുടെയും CPMന്റെയും നേതാവായിട്ട് അവർ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ഇതൊക്കെ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ കണ്ടു ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അങ്ങനെയുള്ള കുട്ടികളെ തെരഞ്ഞെടുപ്പിൽ SFI ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ സമാധാനപരമായി പഠിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ വോട്ട് ചെയ്യാൻ പോവുകയില്ല. കാരണം അവർക്ക് SFIക്ക് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരന്നേ ദിവസം കോളേജിൽ പോവുകയില്ല. SFIക്കാർ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യും, അവർ ജയിക്കും. അതാണ് കേരളത്തിലെ കലാലയങ്ങൾ ആ രീതിയിലാണ് ഇവർ പിടിച്ചെടുക്കുന്നത്. ഇത് വെച്ചിട്ട് മേനി പറയുന്നത് മറ്റ് അല്ലെ ABPയെ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ കലാലയത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുവെന്ന് ഇവർ ചർച്ചയെ പറയുന്നത്. ആ ശിവപ്രസാദിന്റെ ചർച്ച ഞാൻ കേട്ടുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ജാതി എടുത്തിട്ട് കളിക്കുന്നതാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതിനെ തടയാൻ നിയമം നിർമ്മിക്കുകയാണ് അത്യാവശ്യമായി ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നിരപരാധികളായ വളരെയേറെ ആൾക്കാർ അവർ ചെയ്ത തെറ്റെന്തായിരിക്കാം? ഇവർ സവർണ ജാതി എന്ന് പറയുന്ന വിഭാഗത്തിൽ ജനിച്ചു എന്നുള്ളൊരു തെറ്റ്, അത് അവരുടെ തെറ്റല്ല. അവർ ആ ഒരു വിഭാഗത്തിൽ ജനിച്ചത്, ആ വിഭാഗത്തിൽ ജനിച്ചത് കൊണ്ട് അവർ തെറ്റുകാരാകുന്ന എങ്ങനെ? അത്തരക്കാരെ ദ്രോഹിക്കാൻ ഈ CPMോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ജാതി സംഘടനകളോ ഈ നിയമത്തിനെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ തടഞ്ഞേ തീരൂ. അല്ല എന്നുണ്ടെങ്കിൽ ആ അധ്യാപിക, ആ സർവകലാശാലയിലെ ഡീനിൻ്റെ അവസ്ഥ ഇവിടുത്തെ ഓരോ പൗരനും അനുഭവിക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.